ഈ സമൂഹം കൃത്യമായ രീതിയിൽ അവരുടെ മതവിധി പുലർത്താനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷെയ്ഖുന കാന്തപുര ഉസ്താദൊക്കെ ചാനലുകളിൽ വലിച്ചയക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ ധീരമായി ഒരു കാര്യം പറഞ്ഞു. ഇതുവരെയും ഒച്ചാനിച്ച് നിന്നവർക്കൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. മടവൂരടക്കം, ഹുസൈൻ മടവൂരടക്കം മറ്റ് പല ഉസ്താദൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് സൈക്കിൾ എടുത്ത് കൂടുന്നവരൊക്കെയും അതിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ആണും പെണ്ണും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല എന്ന്. ഇന്നും അത് ചർച്ചയാണ്, ഇന്നും ഒരു ചർച്ചയാണ്. ആ വിഷയത്തിൽ ഒരിക്കൽ പോലും അഭിപ്രായം പറയേണ്ടാത്ത ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കൊത്തിപ്പിടിച്ച് പിറകെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആർക്ക് ഈർഷ്യത വന്നാലും ആർക്ക് പ്രകോപനം ഇറങ്ങിയാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പോലും ഒരു സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നത്. എന്ത് തോന്നിയാസാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്താ എല്ലാവരും ഇസ്ലാമിനിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ആ ഒരു ചർച്ച നടത്തി പരമാവധിക്കപ്പുറം ലഭ്യമായി, അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ ചോദിച്ചു വാങ്ങി, എരന്ന് സ്വീകരിച്ചു. സർവരും അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ ഉയർന്ന് നിൽക്കുമ്പോൾ ഞാനതിൽ നിന്ന് മാറുക എന്നുള്ളതല്ല വിചാരിച്ചത്. നേരെ മറിച്ച് പിന്നെയും പറഞ്ഞു, ആര് ക്രൗര്യം കാണിച്ചാലും നമ്മളത് സമത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. KSRTC ബസ്സിൽ ചിലപ്പോഴൊക്കെ വനിതാ കണ്ടക്ടർ ഉണ്ടാകും. വനിതാ കണ്ടക്ടറുള്ള KSRTC ബസ്സിൽ കണ്ടക്ടർ ഇരിക്കുന്ന ബാക്കിലെ ഡോറിന്റെ തൊട്ടുടനെയുള്ള സീറ്റിന്റെ മുകളിൽ ഒരു പ്രത്യേക ബോർഡുണ്ട്. വനിതാ കണ്ടക്ടറുള്ള ബസ്സിൽ കണ്ടക്ടറുടെ സീറ്റിൽ പെണ്ണു മാത്രമേ ഇരിക്കാവൂ. ഈ രാഷ്ട്രീയ നേതാവൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം പുറത്തിറക്കുന്ന പൊതുവാഹനത്തിൽ വനിതാ കണ്ടക്ടർ ഇരിക്കുന്നിടത്ത് വനിതകൾ മാത്രമേ ഇരിക്കാവൂ എന്ന് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. എവിടെയാണ് സമത്വം? ആരാണ് ഈ സമത്വത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം പ്രയോഗരംഗത്തേക്ക് കൊണ്ടുവന്നത്? പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ മൊത്തം പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? സെക്രട്ടറിമാരെ പരിശോധിക്കുക, എത്ര പെണ്ണുങ്ങളുണ്ടായി? എത്ര പ്രാവശ്യം ഈ സ്റ്റേറ്റിലും മറ്റിടങ്ങളിലും ഭരണത്തിലേറി എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി? എല്ലാം സഹിച്ച് മോഹഭംഗം കൊണ്ട് അവസാനം ഗൗരിയമ്മക്കൊക്കെ വേറൊരു പാർട്ടി രൂപീകരിച്ച് പോകേണ്ടി വന്നു. ഞാൻ ഏതെങ്കിലും പാർട്ടിയെ പറയാനല്ല വേദി ദുരുപയോഗം ചെയ്യുന്നത്. ഉസ്താദ് ദീനിന്റെ ഒരു കാര്യം പറയുമ്പോഴേക്ക് പിറകെ കൂടാണ്. ഒരു സംഗീത് ചാനലുണ്ട്, ഏഷ്യാനെറ്റ് എന്ന പേരിൽ. ഇന്ന് അവർ നടത്തിയ ഇത് സംബന്ധമായ ചർച്ചയുടെ പേര് പോലും എത്രമേൽ വികൃതമാണ്. മദ്യപ്പുഴയും ഹൂറികളും എന്നായിരുന്നു. മദ്യപ്പുഴയും ഹൂറികളും. ഇതുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പെണ്ണൊന്നിച്ച് എക്സസൈസ് ചെയ്യണോ എന്നത് ചർച്ച ചെയ്യുന്ന ചാനലിൽ ആ പ്രോഗ്രാമിന് അവർ പേരിടുന്നതും ഹൈലൈറ്റ് ചെയ്യുന്നതും മദ്യപ്പുഴയും ഹൂറികളും എന്നാണ്. ഇടക്കാലത്ത് സുകുമാരൻ നായർ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് സ്വർഗത്തിൽ പോയി ഹൂറികളെ കണ്ടുവന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, മതദർശനങ്ങളിൽ പലതും പറയുന്നു. അതെല്ലാം ഓടി വെച്ച് ഈ പുതിയ ലിബറൽ കാലത്തോട് ഒത്തൊരുമിച്ച് ഞങ്ങളും നിങ്ങളുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനത് അങ്ങനെ പറ്റൂല. എന്തുകൊണ്ട്? ഇത് ദൈവിക സംവിധാനമാണ്. ഇതിൻ്റെ ആദർശം സുഭദ്രമാണ്. ഇതിൻ്റെ പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ്. ഒരു ചെറിയ വൈകല്യം പോലും ബാധിക്കാത്ത വിധം അവ സുരക്ഷിതമാണ്, സംരക്ഷിതമാണ്. അവകാശവാദമല്ല. പരിശുദ്ധ ഖുർആന്റെ കാര്യം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഈ ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടി പടച്ച റബ്ബ് ദുനിയാവിൽ നടപ്പിലാക്കിയ എത്രയെത്ര മഹാത്ഭുതങ്ങളാണ്. ചെറിയ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ. ഇതുവരെ അത് കാണാതെ പഠിച്ച ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ 600 ചില്ലാനം പേജ് കൃത്യമായി കാണാതെ ഇരിക്കുന്നുണ്ട്. 2 കോടിയിൽ പരം. ഒരു ലോക ഭരണാധികാരി വരുന്നു, അദ്ദേഹം എല്ലാ ഖുർആന്റെ പ്രതികളും കണ്ടുകെട്ടുന്നു. ഖുർആനിന്റെ ആപ്പുകളെല്ലാം അയാൾ ഒരു പ്രത്യേകമായ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുന്നു. നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ ആയിരക്കണക്കിന് പ്രതി പ്രിന്റ് ചെയ്ത് സുബഹി ജമാഅത്ത് കഴിഞ്ഞാൽ അത് ഓതാനുള്ള സംവിധാനം ഈ സമൂഹത്തിന് മാത്രം സാധ്യമാണ്. ചെറിയ സംഗതിയല്ല അത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന 2ാമത്തെ ഇടം കോട്ടയം പാലയാണ്.
പല പ്രാവശ്യം അതിലൂടെ സഞ്ചരിച്ചവരുണ്ടാകും. ഞാൻ എന്തായാലും കുറെ വട്ടം പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും കുല്ലിയത്തു തഹ്ഫീദിൽ ബൈബിൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇന്ന് സ്റ്റേജിൽ സമ്മാനം കൊടുത്തത് 5ഉം 6ഉം ഹാഫിദുകൾക്കാണ്. ഇന്ന് സ്റ്റേജിൽ വിവിധങ്ങളായ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുത്തത് എല്ലാവരുടെയും പേരിന് മുന്നിൽ ഹാഫിദ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യാനെറ്റിനെ പറ്റി. അവർക്ക് വലിയ ചർച്ച ഇപ്പോൾ ഹൂറികളെ കുറിച്ചാണ്, സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച്. ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെയോ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂറിയാളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്താണ് അതെന്ന്. അല്ലെങ്കിലും അങ്ങനെ കുറെ വിമർശനങ്ങളുണ്ടല്ലോ. എന്ത്? ഇസ്ലാം വാളെടുക്കാൻ പറഞ്ഞു, സ്വർഗം തരും എന്ന് പറഞ്ഞു മോട്ടിവേഷൻ ചെയ്തു. എന്നിട്ട് കുറെ ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സമ്പത്തൊക്കെ പിടിച്ചടക്കിയെന്ന്. അവിടുന്ന് മരിക്കുമ്പോൾ ഏതാനും നാഴി ഗോതമ്പ് പൊടിക്ക് വേണ്ടി അവിടുത്തെ പടയങ്കി അയൽവാസിയാകുന്ന ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെങ്കിലും അറിയണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ കുറേ ആളുകളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്ത് കുറേ മുതൽ സ്വരൂപ് കൂട്ടി എന്ന് പറയുന്നത്. ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക, യുദ്ധം കൊണ്ട് മരണപ്പെടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം കിട്ടുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് സമർപ്പിച്ച പുതിയൊരു ദർശനമൊന്നുമല്ല. അഥവാ പ്രാപ്സ്യസേ സ്വർഗം ജിത്തോവാം ബോക്ഷസേ മഹിം തസ്മാദുത്തിഷ്ടകൗന്ധേയ യുദ്ധായ കൃതനശ്ചയ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിന്റെ 27-ാമത്തെ ശ്ലോകം അങ്ങനെയാണ്. അഥവാ പ്രാപ്സ്യസേ സ്വർഗം, ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം. ജിത്തോവാം ബോക്ഷസേ മഹിം, നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം. തസ്മാത്, അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ധേയ, കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക. യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട്. ഇത് ഗീതയുടെ വർത്താനാണ്. യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനിത് പറയണത്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസ്യൂതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാൻ. ഈ യുദ്ധം ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് ശ്രീ മഹാഭാരതത്തിന്റെ വനപർവത്തിന്റെ 168-ാം കാണ്ഡത്തിന്റെ 6-ാം മണ്ഡലത്തിന്റെ 7-ാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്നറിയങ്ങൾ? ആയിരക്കണക്കിന് മനോഹരമായ സ്വർണ്ണ നിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുന്നാണ്. ഏഷ്യാനെറ്റുകാർ ഇന്ന് ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹൂറികൾ. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ. മഹാഭാരതത്തിന്റെ തന്നെ 13-ാം അധ്യായത്തിന്റെ 79-ാം കാണ്ഡത്തിന്റെ 27-ാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹൂറികൾ. കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും. വെറും മഹാഭാരതം മാത്രമല്ല, അഥർവവേദത്തിന്റെ 4-ാം അധ്യായം 34-ാം കാണ്ഡം 2-ാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ്. മരണപ്പെട്ടവർക്കാണ് ഈ പറയണത്, യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക്. ഇനിയും അவ்விധം കുറേ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല, ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവുമില്ലാത്ത വിധം, യാതൊരു ബന്ധവുമില്ലാത്ത ഹൂറികളെയും മദ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോൾ കണ്ണാടി ഒന്ന് മുഖത്തിന് നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട്. ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിതംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം 12-ാം അധ്യായത്തിൽ പറയണത്. ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയത്രേ, ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കുക, എന്റെ ഭർത്താവാകുന്നു. ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത്. AP ഉസ്താദ് എന്ന് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ ദീനിന്റെ ഒരു ഹുക്കുമ് പറഞ്ഞതിന് പിറകെ കൂടി ഭത്സിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ്. ദീന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇംവിധം വിമ്മിട്ടം വരുന്നു, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്ന് മൗലികത നിലനിർത്തുന്ന ഏക ദർശനം പരിശുദ്ധ ഇസ്ലാമാണ്.
അത് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്കും മറ്റു ദർശനക്കാർക്കും വലിയ ഭീഷണിയുമാണ്. അവരെ വെട്ടും കൊല്ലും നശിപ്പിക്കുന്നുള്ളതല്ല, അവരുടെ ധനാഗമന മാർഗങ്ങളാകുന്ന ഏത് സംഗതിയും നമ്മൾ പരിശോധിക്കുക. പരിശുദ്ധ ഇസ്ലാമുമായി നേരിട്ടത് കൂട്ടിമുട്ടുന്നു. ക്യാപിറ്റലിസം പണം കൂട്ടാൻ വേണ്ടി മാത്രം ലോകത്ത് വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂഴ്ത്തിവെപ്പ്, വഞ്ചന പോലെയുള്ളത് പരിശുദ്ധ ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അവരുടെ എല്ലാ വ്യാപാരവും പലിശയിൽ അധിഷ്ഠിതമായി വയ്ക്കുന്നു. പലിശ ബാധിച്ചയാൾ നാളെ പരലോകത്തേക്ക് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 275-ാമത്തെ വചനത്തിൽ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഭ്രാന്ത് പിടിച്ചവനെ പോലെ ആയിരിക്കും അവർ എഴുന്നേൽക്കുന്നത്. പലിശയെ ഒരർത്ഥത്തിലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സെക്സ് ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സെക്സ് ടൂറിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പോണോ ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചുള്ള ഒരു ബിസിനസ്സും ഒരു കുതന്ത്രവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് പുരുഷനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഫുൾ ഡ്രസ്സ് ധരിച്ച് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് ഷോക്സും സൂസും ഇട്ട് അവസാനം ഇവിടെ പോലും ഒന്നും കാണാതിരിക്കാൻ എം കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ ഒരു കണ്ട കൗബീനിയൊക്കെ ധരിച്ചിട്ട് അവർ കൊണ്ടുവരുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് പെണ്ണിനെ പറയുമ്പോഴോ മുഴുവൻ അഴിച്ചിട്ട് ആ ഒരു മാംസ ഗോപുരമായി അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ ഓഫീസിൽ വരണമെന്നവർ ആഗ്രഹിക്കുന്നു. ഇവർ സ്റ്റാഫുകളാവണമെന്ന് ഇത്തരം ബിസിനസ് മോഹികളാവുന്ന ക്യാപിറ്റലിസ്റ്റുകളും അവരെ പിന്തുണക്കുന്നവരും വല്ലാതെ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പെണ്ണിനെ പറഞ്ഞു കയറ്റുന്നു. വിവാഹം പാടില്ലെന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നു. വിവാഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പീഡനമാണ് എന്നാണ് അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീ കുടുംബജീവിതം നയിക്കരുത്, നിനക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവരുത്. പിന്നെയോ നിന്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി നീ ആടണം, പാടണം, നീ പറക്കണം, എവിടെയും ചെന്നെത്തണം, ആർക്കും നീ കീഴടങ്ങണം. തൊഴിലിടങ്ങളിൽ നിന്നെ പീഡിപ്പിക്കല്ല, നിന്നെ വല്ലാതെ സ്വതന്ത്രമാക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. വാതിൽ മുട്ടിയിട്ട് തുറന്നുകൊടുത്തില്ലെങ്കിൽ 19 ഷോട്ട് നടത്തി പീഡിപ്പിക്കുമെന്നുറക്കെ പറഞ്ഞ വനിതാ നടിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്നിട്ട് പറയാ ഇതാണ് സ്വാതന്ത്ര്യം. കുടുംബജീവിതം നയിക്ക് ഭർത്താവിനൊരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് പാരതന്ത്ര്യമാണ്, അടിമത്തമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി ഡ്രസ്സ് മാത്രം ധരിച്ച് നീ ഓഫീസിൽ വരണം, മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം, അയാളുടെ ഗ്ലാസ് കഴുകി വെക്കണം, അയാൾ കഴിച്ചിട്ട പഴത്തൊലി നീ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. ഇത് സ്വാതന്ത്ര്യമാണെന്ന് നീ തെറ്റിദ്ധരിക്കുകയും വേണം. ഇത് പാടില്ലെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഇവിടെ വേണ്ടേ? ക്യാപിറ്റലിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ ധനാഗമന മാർഗത്തെയും അതിൻ്റെ വൃത്തികേട് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നു. വെറുതെ കയറി എതിർക്കണതല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ മാനം കെടുത്തണമെന്ന് ഈ കുത്തക മുതലാളിമാരെല്ലാവരും തീരുമാനിക്കുന്നു. അതോടൊപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം ഇസ്ലാമാണ്. 2050 ആവുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി അത് മാറും. വല്ലാതെ പോവേണ്ട, 2035 ആവുമ്പോഴേക്ക് അത് സംഭവിക്കുമെന്ന് മറ്റു ചില യൂറോപ്യൻ അക്കാഡമിക പഠനങ്ങളുണ്ട്. യൂറോപ്പിലൊക്കെ ഇസ്ലാം കുതിച്ചു വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം എല്ലായിടത്തും വ്യാപിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ മതമായി മാറുകയും ചെയ്താൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വൈകൃതങ്ങൾക്ക് സ്വാധീനമില്ലാതെ പോകും. അവരുടെ വരുമാനം മുടങ്ങിപ്പോകും. നിരവധിയായ ആണുങ്ങൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു കയറ്റിയിട്ട് അവർ 12-ലധികം മേജർ സർജറികളും അനുബന്ധമായ കുറേ പ്ലാസ്റ്റിക് സർജറികളും നടത്തി 30-40 ലക്ഷം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. മറിച്ചും LGBTQIA+ ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞ് ഇതിനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ക്യാപിറ്റലിസ്റ്റുകളുടെ പണസഞ്ചിയിൽ ഡോളറുകൾ കുമിഞ്ഞുകൂടുകയുള്ളൂ. ഒരാൾക്ക് ആണിന്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണിന് ആണിന്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ആണിന് പെണ്ണിന്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 12-ലേറെ സർജറി വേണം. അതിനെത്രമാത്രം സർജിക്കൽ എക്യുപ്മെന്റ്സ് വേണം, മെഡിസിൻസ് വേണം, ആശുപത്രിവാസം വേണം, തുന്നാൻ നൂല് വേണം, പിന്നീടുള്ള ബ്ലീഡിങ്ങിനെ തരണം ചെയ്യാൻ വേണ്ടി മെൻസസ് പാഡുകളുടെ ലോഡ് വേണം. ആശുപത്രി അറേഞ്ച്മെന്റ് വേറൊരു സംഗതിയാണ്. അതിൻ്റെ 2 വർഷം മുന്നേ നടത്തേണ്ട ഹോർമോൺ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റിയാണ്. ഈ സർജറിയൊക്കെ കഴിഞ്ഞാൽ മരിക്കുവോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് മാസാമാസം തുടർച്ചയായി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കണം. അതിനും വലിയ സമ്പത്ത് വേണം. ഇതെല്ലാം എത്തിച്ചേരുന്ന കുറെ കുത്തക മുതലാളികളുണ്ട്. ഇവർ ഇസ്ലാമിനെ സമ്മതിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്?
ഇങ്ങനെ ഒരുത്തൻ കത്തിയെടുത്തിട്ട് അവരുടെ ലൈംഗിക ഭാഗം ഡെക്കറേഷൻ ചെയ്യാൻ ഇറങ്ങിയാൽ പരിശുദ്ധ ഇസ്ലാം പാടില്ലെന്ന് പറയും, ഒപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറയും. മദ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് ഒരു വിധി വന്നത്. പെണ്ണിന്റെ ബാക്കിൽ നിൽക്കുന്നത് പീഡനം, തോളിൽ കൈവെക്കുന്നത് പീഡനം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പീഡനം. എന്തേ 6-ാം നൂറ്റാണ്ടിക്ക് ബസ് കയറണോ മദ്രാസ് ഹൈക്കോടതി? മദ്രാസ് ഹൈക്കോടതി 6-ാം നൂറ്റാണ്ടിക്ക് പോകണോ? പെണ്ണിനെന്താ ഒന്നിച്ചൊന്ന് എക്സസൈസ് ചെയ്താൽ എന്നാണ് ചോദ്യം. പല പല ജിംനേഷ്യത്തിന്റെയും ബോർഡ് കാണുന്നു. അർദ്ധനഗ്നകളാകുന്ന പെണ്ണും ആണും ഒന്നിച്ചു നിന്ന് പുഷപ്പ് ചെയ്യുന്നു, ഒന്നിച്ചു നിന്ന് അവർ ഭാരം പൊക്കിക്കൊണ്ടിരിക്കുന്നു, ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് മറ്റു ചില വാർത്തകൾ വരുന്നു. ഒരു വാർത്തയും വന്നില്ല. അവരൊക്കെ വലിയ ഉഷാറുള്ളവരാണെങ്കിലും പരിശുദ്ധ ഇസ്ലാം അത് സമ്മതിക്കുന്നില്ല. അത് പറയാൻ ആർജവമുള്ള പണ്ഡിതന്മാർ എന്നും മുന്നിലുണ്ടാകും, എന്നും മുന്നിലുണ്ടാകും. ഈ ആദർശ സമ്മേളനത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആദർശവും, എല്ലാ ദർശനവും, വിശ്വാസവും, കർമ്മവും സുഭദ്രമാണെന്ന് വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന വിവരം എല്ലാവരും മനസ്സിലാക്കണമെന്ന്, നമുക്ക് ഉറക്കെ പറയാമെന്ന് പറയാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. രണ്ട് കോടിച്ചില്ലാനം ആഫിലുകളുടെ പ്രതിനിധികൾ ലോകത്ത് മറ്റൊരു ദർശനത്തിനും ധർമ്മ ഗ്രന്ഥത്തിനും ഇത് സാധ്യമേ അല്ല.